ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. മഴക്കാലം ശക്തമായതോടെ ചേലക്കരയിൽ പകർച്ചവ്യാധി ഭീഷണിയും യാത്രാ ദുരിതവും വർദ്ധിക്കുന്നു. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. മഴക്കാലം ആരംഭിച്ചതോടെ കൊതുക് ശല്യവും ഷിഗല്ല ഉൾപ്പെടെയുള്ള മാരകമായ പകർച്ചവ്യാധികളും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ ഇരുവശങ്ങളിലുമുള്ള നിലവിലെ കാനകൾ വൃത്തിയാക്കാത്തതും പുതിയ കാനകൾ നിർമ്മിക്കാത്തതുമാണ് പ്രദേശത്ത് കൊതുക് ശല്യവും രോഗപകർച്ചയും രൂക്ഷമാകാൻ പ്രധാന കാരണം. നിലവിലുള്ള കാനകളിൽ നിന്നും അഴുക്കുവെള്ളവും മാലിന്യങ്ങളും റോഡിലേക്ക് പരന്നൊഴുകുന്നതും ചെളിമണ്ണ് വന്ന് അടിയുന്നതും കടുത്ത യാത്രാ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനു പുറമെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പൊന്തക്കാടുകൾ മൂലം ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചതും വലിയ അപകട ഭീഷണി ഉയർത്തുന്നു. കാനകൾ അടിയന്തരമായി വൃത്തിയാക്കാനും പുതിയവ നിർമ്മിക്കുവാനും പൊന്തക്കാടുകൾ വെട്ടിമാറ്റാനും അധികൃതർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചേലക്കരയിൽ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ PA ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ദളിത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കണ്ടൻചിറ, ജില്ലാ നേതാക്കളായ V സുമേഷ്, ലീല K എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ KV രാമകൃഷ്ണൻ, വിജയൻ ഗ്രാമം, ബിനു TM, മീര സലൂജ, രാമദാസ് S, സരോജിനി എന്നിവരടങ്ങുന്ന 7 അംഗ കമ്മിറ്റിയെയും ചേലക്കര മണ്ഡലം കൺവീനറായി PA ഇബ്രാഹിമിനെയും തെരഞ്ഞെടുത്തു. എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ഉന്നതതല കമ്മിറ്റി തൃശ്ശൂരിൽ നമ്മൾ എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളും ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ആളുകളൊക്കെ നമ്മുടെ പാർട്ടികളിലേക്ക് കടന്നു. 40 വർഷമായി പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഉൾപ്പെടെ ആളുകൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയും. ഞാൻ അവിടേക്കൊന്നും കിടക്കുന്നില്ല. നമുക്കറിയാം, ഈ കേരളത്തിൽ UDF വരാനുണ്ടായ സാഹചര്യം സ്വർണ്ണക്കള്ളം മുതൽ മാല പൊട്ടിക്കുന്ന വരയ്ക്കുള്ള പൊട്ടടക്കങ്ങൾ ഇല്ല. സ്വർണ്ണക്കൊള്ളം മുതൽ മാല പൊട്ടിക്കുന്ന വരയ്ക്കുള്ള പൊട്ടടക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ 3 ജയരാജന്മാർ കൂടിയിട്ട് തൊള്ളാസംഘം വഴി ഒരു മാല പൊട്ടിക്കുന്ന സംഘത്തിന് വേണ്ടിയാണ് അവിടെ രക്തസാക്ഷികളുടെ ഫണ്ട് സ്വരൂപിച്ചമായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്തതിനാണ് നമ്മളവിടെ PK ഗവൺമെൻറ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളെ പാലക്കാടും പയ്യന്നൂരും കണ്ണൂരും കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെ വ്യാപകമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് വിഭിന്നമായ ചിന്തിക്കുകയും. CCV ന്യൂസ് ചേലക്കര.